ഒരു കൂട്ടുകാരി എന്നും വരുമല്ലോ, ഇന്ന് കണ്ടില്ലല്ലോ. ആണെന്ന് എന്നും ഇങ്ങനെ വന്നോളും. ഇവിടെ എനിക്കാണോ അവക്കാണോ സാധനം എനിക്ക് അറിയണം. ആ ചേച്ചിക്ക് ഇങ്ങനെ ചേച്ചിക്ക് ഒരു പാര്. ചേച്ചിയുടെ അമ്മയ്ക്കില്ലേ ഇങ്ങനെ ചേച്ചിയെ കാത്തിരും ആ ചേച്ചിയെ ഇഷ്ടം. എന്തായാലും രണ്ടിലൊന്നും എനിക്കറിയണം. എടി ഇന്ന് വീട്ടിലുണ്ടോ? ഞാനിവിടെ ഇല്ല. അമ്മയുണ്ടോ? ഇവിടെ ആരും 2 ആഴ്ചത്തേക്ക് കാണത്തില്ല. ഇനി 2 ആഴ്ചത്തേക്ക് അവിടെ ശല്യമില്ല. എനിക്കറിയാന്ന് നീ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന്. പറഞ്ഞു തരുന്നതിന് മുന്നേ ഇങ്ങ് എത്തിയല്ലേ. അണ്ട് കാക്കയുടെ ജന്മം തോന്നുന്നു. അമ്മേ ചായ ഇടുവാണോ? പഞ്ചസാര നിർത്തി വാങ്ങിച്ചായിരുന്നോ? 1/2 കിലോ പഞ്ചസാര ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോളെങ്കിലും ഓർത്തിരുന്നല്ലോ. വേണ്ടടുത്ത് നിൽക്കുന്നു. 1/2 കിലോ പഞ്ചാരക്ക് എത്ര രൂപ അടി? പഞ്ചസാരക്ക് 16. ഇന്ന് നീ ചായ കുടിക്കണ്ട, കൊച്ചിന് കൊടുക്കട്ടെ. മോള് കുടി. വെളിയിലെങ്ങനെ പോയിരുന്നു ചുമക്കാറ് തൊഴിയിങ്ങണി. നീ ബാക്കിയുള്ളവർക്ക് കൂടെ പകർത്തിയിട്ട് കിടപ്പിലാക്കാനാണോ? മോക്കെന്ത് പറ്റി, പനിയാണോ? ഇതുവരെ കുഴപ്പമില്ലായിരുന്നു അമ്മ, ഇപ്പൊ തുടങ്ങിയതാ. എന്താ വെച്ചു വായിട്ട് പൊടിയുന്നത്? കളിക്കണ്ടാണ്. അണപ്പല്ല് പൊടിഞ്ഞതാ. അതിനൊക്കെ ഞാൻ തന്നെ വേണം. അമ്മേ ആ സഞ്ചി ഇങ്ങെടുക്ക്. ആ സഞ്ചി. ഈ റേഷൻ കാർഡിനകത്തെ ഇവിടെ പേര് മാറ്റിയിട്ട് എന്റെ വെച്ചുകൂടായോ? എന്നാ അത് മാത്രമാക്കണ്ട, ഇതുകൂടെ അങ്ങ് പിടി. എന്താ ഇത് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതിന്റെ ഏക തെളിവായിട്ടുള്ള എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതെന്തിനാ എനിക്ക്? ഇതിൽ എന്റെ പേര് വെട്ട് മാറ്റിയിട്ട് നിന്റെ പേരങ്ങാക്ക്. അതേപോലെ 10ാം ക്ലാസ്സിൽ ഞാൻ 4 വട്ടം തോറ്റായിരുന്നു. അതെനിക്കറിയാലോ. ഇനി നീ വേണം അത് എഴുതിയെടുത്ത് പാസ്സാകാൻ. അപ്പൊ പിന്നെ ആ സർട്ടിഫിക്കറ്റ് നിന്റെ പേരിലാകുമല്ലോ. വസ്തു തർക്കത്തിന്റെ പേരിൽ അപ്പുറത്തെ വീട്ടിലെ രാധാമണി ചേച്ചി കുത്തിയന്റെ പേരിൽ ഒരു കേസ്. എന്നെ തേച്ചിട്ട് പോയ 4 കാമുകന്മാരുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച വക വേറെ 4 പേര്. ബാങ്കിൽ നിന്ന് കുറച്ച് ആൾക്കാർ ആഴ്ചയിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യും. അതെന്തിനാ? ലോൺ എടുപ്പിക്കാനാണോ? അയ്യോ അതിനല്ല, വീടിന്റെ ആധാരം പണയം വെച്ചതിന്റെ പേരിൽ വീട് ജപ്തി ചെയ്യാൻ വരുന്നു. അതും കൂടെ നീ വേണം ഏറ്റെടുത്ത് ചെയ്യാൻ. എന്തുവാ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ? നിക്കണേ അവിടെ.